ഹലോ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് കുഞ്ഞൂട്ടൻ്റെ സൂചി വെക്കണ ദിവസമാണ്, 9ാം മാസത്തിൻ്റെ. അപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ ഡേറ്റിൽ നിന്ന് 2 വീക്സ് കഴിഞ്ഞിട്ടാണ് സൂചി വെക്കാൻ പോകുന്നത്. അവന് 9ാം മാസം ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേനും പനിയെല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സൂചി വെക്കാൻ പോകുന്നത്. ഇത് ചക്കി എൻ്റെ അനിയത്തിയാണ്, ചിറ്റയുടെ മോള്. അപ്പോൾ ഓള് രാവിലെ വന്നിട്ടുണ്ട്. ഓളും ഞാനും ചിറ്റപ്പനും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പേ എല്ലാ കുഞ്ഞുട്ടനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആള് ഉറക്കപ്പിച്ചിലാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ്. ഇതെൻ്റെ ചിറ്റപ്പൻ. കുഞ്ഞുട്ടന് കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിന്. നല്ല കളിച്ചോണ്ടെല്ലാം പോകുന്നുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു 10 മിനിറ്റ് ദൂരം ഇല്ല കേട്ടോ, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ. അപ്പോഴത്തേനെ വിളിക്കുന്നുണ്ട് അതിനിടക്ക്. കുഞ്ഞുട്ടൻ പുറത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടുണ്ടായത്. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി. അപ്പോൾ 1 മണി വരെയാണ് സൂചി വെക്കുന്നുള്ളത്. അപ്പോൾ ഏകദേശം 12:45 കഴിഞ്ഞിട്ടാണ് നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നിട്ട് നേരെ സൂചി വെക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. ചിറ്റപ്പം വരുന്നില്ല, ഞാനും ചക്കി മാത്രമാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക്. തിരക്കൊന്നും ഉണ്ടായിട്ടാ, ഇവൻ മാത്രമേ ഉണ്ടായിട്ട് കുഞ്ഞിയായിട്ട് സൂചി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 വയസ്സുള്ള 2 കുട്ടികളുണ്ടായത്. അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ പോയപ്പാടെ തന്നെ സൂചിയെല്ലാം വെച്ചിട്ട് വന്നു നമ്മ. ഇതിപ്പോൾ കുഞ്ഞുട്ടൻ്റെ വെയിറ്റ് നോക്കുന്നുണ്ടായിന്. അപ്പോൾ ഓനത് ഒട്ടും കംഫർട്ടല്ല അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അത് ആദ്യമേ അപ്പോഴേ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓനത് ഒട്ടും ഇഷ്ടമല്ല കിടക്കാൻ വേണ്ടിയിട്ട്. തലയിൽ ചുറ്റുന്നതോ അങ്ങനത്തെ ഒന്നും ഓന് ഇഷ്ടേ അല്ല. പാരസെറ്റമോളെല്ലാം തന്നു ഇഞ്ചക്ഷന് മുന്നേ. ഈ ചക്കീനെ കടിക്കുന്നതാണ് അവൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത്. അവന് ഏകദേശം കാര്യം മനസ്സിലായി, ആ ലൊക്കേഷൻ മനസ്സിലായി. അതേപോലെ തന്നെ ആ സൂചി വെക്കാൻ വേണ്ടിയിട്ട് നമ്മ അവിടെ ഉള്ളിൽ കയറിയിട്ട് ഇരുന്നിട്ട് അമ്പക്ക് തന്നെ ഓന് കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട്. അപ്പം എന്നെ ഓൻ കരയാൻ തുടങ്ങി. ആദ്യത്തെ ഒരു സൂചി വെച്ചിട്ട് ഈ മരുന്നിൻ്റെ കുപ്പി കളിക്കാൻ കൊടുത്തിട്ടാകുമ്പോൾ അവൻ ഓക്കെ ആയിട്ടുണ്ടായിന്. പിന്നെ 2ാമത്തെ സൂചിയാന്ന് ഓന് നല്ലോണം കരച്ചിലുണ്ടായിരുന്നു. ഈ ദിവസം 3 സൂചി ഉണ്ടായിരുന്നു, 2 കൈക്കും കാക്കും ഉണ്ടായിരുന്നു. പക്ഷേ സിസ്റ്റർ പറഞ്ഞു വേദനയൊന്നും അങ്ങനെ ഉണ്ടാവില്ല, അതായത് സൂചി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേദന അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുവാന്ന്. അപ്പോൾ എൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു ജില്ലാ ആശുപത്രിയിൽ, വലിയ വാഷിംഗ് മെഷീൻ. അതൊന്ന് കാണിച്ചു കൊടുത്തോണ്ട് നിൽക്കാന്ന് നമ്മ. ഇപ്പോൾ സൂചി വെച്ചിട്ട് കുന്നാവ് പോകുന്നുണ്ടോ, സുന്ദര മോനായിട്ട് പോകുന്നുണ്ടോ, നല്ല മോനാണിത്. സൂചിച്ച് കുഞ്ഞാവ് നല്ല മോനാവുന്നുണ്ടോ, നല്ല മോനെ, നല്ല മോനെ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓൻ ഓക്കെ ആയിട്ടുണ്ടായി. ആ വാഷിംഗ് മെഷീനെല്ലാം കണ്ടപ്പോൾ തന്നെ ആടെ ഓക്കെ ആയി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാന്ന്. എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരസെറ്റമോള് അവന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എനിക്ക് രാത്രിയെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എല്ലാം അമ്മയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഫോർമുല ഫീഡെല്ലാം ചെയ്തു. അങ്ങനെ നമ്മൾ പോകുകയാണ്. ചിറ്റപ്പൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പാലക്കാടാണ് ഉണ്ടായത്. ഇപ്പോൾ തൃശ്ശൂരേക്ക് മാറ്റാൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച തൊട്ട് തൃശ്ശൂരായിരിക്കും ഇനി ഉണ്ടാവുക, തൃശ്ശൂർ കോർപ്പറേഷനിൽ. ആയത് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നും വലിയ കരച്ചിലൊന്നും ഉണ്ടായിട്ട്. ആ സൂചി വെച്ച്
ആ സമയത്തുള്ള കരച്ചിലേ ഉണ്ടായിട്ടു. പിന്നെ അവൻ ഓക്കെ ആയി. വീട്ടിലെത്തിയിട്ട് അവൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ ബൈ.